ഹത്രാസ് സംഭവം യൂത്ത് കോൺഗ്രസ് സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. കേസ് അട്ടിമറിക്കാൻ UP സർക്കാർ ശ്രമിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ക്രൂര പീഡനത്തിനിരയായ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും UP സർക്കാർ ശ്രമിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഇരയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോയ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നേരെയുണ്ടായ കയ്യേറ്റം ഒരു കാലത്തും മറക്കാനും പൊറുക്കാനും കഴിയാത്ത നീചമായ പ്രവൃത്തിയുമാണ്. പെൺകുട്ടിക്ക് നീതി നൽകേണ്ട പോലീസ് പ്രതികൾക്കൊപ്പമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീതിയെ കൊല്ലുന്ന മോദി യോഗി ഭരണകൂട ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ഒക്ടോബർ 9, 10 തീയതികളിൽ നടക്കുന്ന സ്വാഭിമാന യാത്ര ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് തുടങ്ങി വൈക്കം സത്യാഗ്രഹ ഭൂമി വരെയുള്ള 50 കിലോമീറ്റർ ദൂരം കാൽനടയായാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 10 യാത്ര അവസാനിക്കും. യോഗി സർക്കാരും യോഗിയുടെ പോലീസും കേന്ദ്ര സർക്കാരും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ ചില ആളുകൾക്കൊക്കെ ഇവിടെ അധികാരമുണ്ടെന്ന മട്ടിലാണ് ഹാത്രസിൽ ഒരു കൊച്ചു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശേഷവും ഇവിടുത്തെ ഭരണകൂടങ്ങൾ പെരുമാറുന്നത്. എന്തിനധികം പറയുന്നു, മരണപ്പെട്ട കുട്ടിയുടെ കൊല്ലപ്പെട്ട കുട്ടിയുടെ മൃതദേഹം ആ വീട്ടുകാർക്കൊന്ന് വിട്ടുകൊടുക്കാൻ പോലും തയ്യാറാവാത്ത ഭരണകൂട ഭീകരത രാജ്യം വീക്ഷിക്കേണ്ടി വരികയാണ്. ഈ പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വരെ നെഞ്ചിൽ കൈവച്ച് തള്ളുന്നതും വസ്ത്രത്തിൽ ചുരുട്ടിപ്പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമൊന്നും ജനാധിപത്യ ഇന്ത്യ മറക്കുകയുമില്ല, പൊറുക്കുകയുമില്ല. ആ പ്രതിഷേധം അനിവാര്യമായി രേഖപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ടാണ് ഇവിടെ ആലുവ അദ്വൈതാശ്രമത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് നാളെ വൈകുന്നേരം വൈക്കം സത്യാഗ്രഹ ഭൂമിയിലേക്ക് എത്തുന്ന ഈ പ്രതിഷേധ പദയാത്ര 20 പേർ മാത്രം സാമൂഹിക അകലം പാലിച്ച് ഒറ്റവരിയായി അണിനിരക്കുന്ന യാത്ര നടത്തേണ്ടതായിട്ട് വന്നത്. സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരുമടക്കം 20 ആളുകൾ മാത്രമാണ് ജാഥയിൽ പങ്കെടുക്കുന്നത്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് യാത്ര നടക്കുക. ജാഥ കടന്നുപോകുന്ന വഴിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 5 പേർ വീതം അണിനിരന്ന് അഭിവാദ്യമർപ്പിക്കുകയും യോഗിയുടെയും മോദിയുടെയും കോലം കത്തിക്കുകയും ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.